നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഈ 2025 തുടങ്ങിയത് മുതൽ കൊലപാതക പരമ്പരകളാണ്. എല്ലാ ദിവസവും ഉണ്ടാകും കൊലപാതകങ്ങൾ, ആത്മഹത്യ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം എവിടെയേലും ഒക്കെ സംഭവിക്കുന്ന ഒരു സ്ഥിതി. ശരിക്കും കേരളം ഞെട്ടിപ്പോകുന്ന ചില കൊലപാതകങ്ങൾ ഈ അടുത്ത് നടന്നു. അതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ ശരിക്കും കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആശ്ചര്യമാണ്. കാരണം ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് കേരളം എന്ന് പറഞ്ഞാലും അവർക്ക് ഒരൊറ്റ വരിയിൽ കേരളത്തെ അവർ പറഞ്ഞു നിർത്തും: ദൈവത്തിന്റെ സ്വന്തം നാട്. അതാണ് കേരളത്തിന്റെ ടാഗ് ലൈൻ. പക്ഷേ ഈ കേരളത്തിന്റെ സ്വന്തം നാട് സാത്താന്റെ കൈകളിലേക്ക് പോകുകയാണോ? അങ്ങനെ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമുക്ക് കേഡലിന്റെ ഒരു വാർത്ത, അത് കേരളം നരബലിക്കൊക്കെ മുമ്പേ നടന്ന സംഭവമാണ്. മികച്ച വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു. ആദ്യം ഇതിന്റെ അന്വേഷണം ആ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള ഒരു സംശയമായിരുന്നു. പിന്നീട് അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചപ്പോഴാണ് സാത്താൻ സേവയ്ക്ക് അടിമയായിരുന്നു എന്ന് പറയുന്നത്. അത് ഒരു വലിയ ഞെട്ടലായിരുന്നു കേരളത്തിന്. കാരണം നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താണ്? കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന, ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്താണ് നമുക്കില്ലാത്തത്? അതിപ്പോ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലുണ്ട്. പക്ഷെ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ആരോഗ്യരംഗം എടുത്താലും ഏത് രംഗത്തും നമ്മൾ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളത്. പ്രബുദ്ധരാണ് എന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് സാത്താൻ സേവയ്ക്കും ബ്ലാക്ക് മാജിക്കിനും അതുപോലെ തന്നെ ദുർമന്ത്രവാദത്തിനും ഒക്കെ അടിമകളായ ഒരു മനുഷ്യരെ. വെള്ളറടയിലുണ്ടായ സംഭവം അദ്ദേഹം നല്ലപോലെ പഠിച്ചിട്ടുള്ള ഡോക്ടർ വിഭാഗത്തിന് പഠിക്കുന്ന ആളാണ് സംസാരിച്ചു വരുന്നത്. വെള്ളറടയിൽ നടന്ന മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ചുരുളഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നത് മകൻ കടുത്ത സാത്താൻ സേവയ്ക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. അതന്നെ. അപ്പൊ ഇദ്ദേഹം പഠിക്കുന്ന ആളായിരുന്നു, ഡോക്ടർ ഭാഗത്തിന് പഠിച്ചാണ്, കേഡൽ നന്നായിട്ട് പഠിച്ച ആളാണ്. ഈ പ്രജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 28 വയസ്സുണ്ട്. പ്രജിൻ ചൈനയിലെ വുഹാനിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ പഠനം പൂർത്തിയാകാതെ തിരികെ കേരളത്തിലെത്തി മാതാപിതാക്കളോടൊപ്പം ജീവിക്കുകയായിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും, കേഡലും ഇദ്ദേഹവും പഠിപ്പ് നിർത്തിയവരാണ്, ഇടയിൽ വെച്ച് നിർത്തേണ്ടി വന്നവരാണ്. പക്ഷെ അതിന് തൊട്ട് മുൻപ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഉണ്ടായത് നവീൻ എന്ന് പറയുന്നവളും ദിവ്യ എന്ന് പറയുന്ന ഭാര്യയും, അവരുടെ കേസിൽ അവർ ഡോക്ടർമാരായിരുന്നു. തൊട്ടപ്പുറത്ത് അതുപോലെ തന്നെ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇവര് 3 പേരാണ് മരിച്ചത്. കേരളത്തിൽ പുനർജനിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയത്. അപ്പൊ ഇതെല്ലാം തന്നെ എവിടേക്കാണ് നമ്മുടെ പോക്ക് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ഈ സംഭവത്തിൽ ഈ സാത്താൻ സേവ, അതിൽ തന്നെയാണ് പോലീസ് സംശയം ബലപ്പെട്ടതോടെ ഉറച്ചു നിൽക്കുന്നു. അത്തരത്തിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത്. കാരണം അതിന് തെളിയിക്കുന്ന, ഇത് സാത്താൻ സേവയാണ് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും ഇതിനോടകം പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു വിവരം, ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ശക്തമായിരുന്നു. പക്ഷെ അതിലേക്ക് പോകാനുള്ള ഒരു തെളിവ് ഇതുവരെ പോലീസിനുണ്ടായിരുന്നില്ല. പക്ഷേ പ്രജിന്റെ സഹോദരിയുടെയും അമ്മയുടെയും ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പ്രജിൻ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം പ്രജിൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് താൻ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് പറയുകയായിരുന്നു, കീഴടങ്ങുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസം, മരിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തെ അടക്കം ചെയ്തില്ല. കാരണം ബന്ധുക്കൾ ആരൊക്കെയോ പുറത്തുനിന്ന് വരാനുള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് മൃതദേഹം അടക്കം ചെയ്യുന്നത്. പക്ഷേ അന്ന് രാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ആ വീട്ടിൽ പ്രജിന്റെ മുറിയിൽ കയറിയെന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റൊരാൾക്കും ആ മുറിയിലേക്ക് പ്രജിൻ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ആ ഒരു മുറിയിലേക്കാണ് പ്രജിന്റെ അത്രത്തോളം അടുപ്പമുള്ള ഒരാളായിരിക്കണമല്ലോ. ആ മുറിക്കകത്ത് കയറുന്നു. അത് കാണുന്നത് സഹോദരിയാണ്. പക്ഷെ പിന്നീട് അയാളെ അവിടെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ ജോസിനെ അടക്കം ചെയ്ത തൊട്ടടുത്ത് തന്നെയാണ് അടക്കം ചെയ്യുന്നത്. ആ കല്ലറയുടെ അവിടെയും ഇതുപോലെ കറുത്ത വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടു. അവരുടെ ബന്ധുക്കളല്ല, ആ അയലത്തുള്ള ആരുമല്ല. അപ്പോൾ ആർക്കും പരിചയമില്ലാത്ത ഒരാൾ. അങ്ങനെ ഒരാൾ എന്തിനവിടെ വന്നു? അങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നു എന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു? ഒരു വലിയ ചോദ്യമായിരുന്നു. അങ്ങനെയാണ് ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. ഇത് മാത്രമല്ല, പ്രജിന്റെ മാതാവ് പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ചൈനയിൽ പോകുന്നതിന് മുൻപ് മകൻ അടുത്തുള്ള അവര് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ്. ചൈനയിൽ പഠനം പകുതിയാക്കി തിരികെ വന്നതിന് ശേഷം മകൻ ആരോടും സംസാരിക്കാറില്ല. അവൻ ഉണ്ടായിരുന്ന കൂട്ടുകാരെ അകറ്റി നിർത്തുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് എന്ന് പറയുന്നു.
പക്ഷെ അങ്ങനെയുള്ള പ്രജിന് ഇടയ്ക്കിടെ ചില കോളുകൾ വരാറുണ്ട്. ആ ഫോൺ കോളുകൾ വന്നതിന് ശേഷം പ്രജിൻ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകും. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരികെ എത്താറുള്ളത്. അങ്ങനെ മകനെ സ്ഥിരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ആരാണ്? ആരെ കാണാൻ വേണ്ടിയാണ് മകൻ പോയത്? എന്തിനു വേണ്ടിയാണ് പോയത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതൊക്കെ വഴിവെക്കുന്നത് പ്രജിന് സാത്താൻ സേവയിൽ കടുത്ത ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതായത് സാത്താൻ സേവയോട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഴുകി ചേർന്നു പോയി. അതിൽ നിന്ന് ഒരു പുറത്തേക്ക് വരാൻ പ്രജിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ പ്രജിനെ ഒന്നെങ്കിൽ ഇതിലേക്ക് കൊണ്ടുപോയ ഒരാൾ ഉണ്ടാകണമല്ലോ, ഇതിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചിഴച്ച ഒരാളുണ്ടാകും. അത് ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രജിൻ ചില രാത്രികളിലൊക്കെ കറുത്ത വസ്ത്രം ധരിച്ച് ആ വീടിനുള്ളിൽ, ആ മുറിക്കുള്ളിൽ നൃത്തം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രജിന് അവിടെ നിന്നും, ആ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്ത ചില സിംബൽസ്, അതെല്ലാം തന്നെ ഈ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടതാണ്. കൂടാതെ പ്രജിൻ ചില എഴുത്തുകൾ, ചില ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു. അതായത് ഒരാളുടെ കഴുത്തറുത്ത് അതെടുത്ത് കഴുത്തിലൂടെ ഇടുന്നു. ചില കളിമൺ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ തല വെട്ടിയിട്ട് അതായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട അയാൾ ചെയ്തു വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു ചിത്രത്തിനകത്തുണ്ടായിരുന്നത് ഒരാളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു, എന്നിട്ട് അതെടുത്ത് മാലയാക്കി കഴുത്തിലിടുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രജിൻ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയത്. അതായത് ജോസിനെ കൊലപ്പെടുത്തി ആ മുറിക്കുള്ളിൽ ഇടുന്നു, അടുക്കള ഭാഗത്ത് ഇടുന്നു. അമ്മ അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ആ അമ്മ തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച, മകൻ അപ്പനെ കൊന്നിട്ട് ശരീരത്തിന് മുകളിൽ കയറി ഇരുന്ന് കഴുത്തറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിത്രത്തിൽ എന്തായിരുന്നു എക്സാക്ട്, അത് തന്നെയാണ് പ്രജിൻ അവിടെ ചെയ്യാൻ ശ്രമിച്ചത്. നമുക്ക് ചോദിക്കാനുള്ളത്, ഇത് കൃത്യമായും സാത്താൻ സേവ തന്നെയാണ് എന്നുള്ളതിനുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇനി അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും നമ്മൾ എന്താണ് ഇത്രത്തോളം വലിയൊരു അന്ധവിശ്വാസത്തിലേക്ക് ഒരു വിഭാഗം ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പുനർജനിക്കും, സാത്താൻ സേവ ചെയ്താൽ, സാത്താനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരു അന്ധവിശ്വാസം, അതും ഈ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ അതിലേക്ക് വീഴുന്നു. അത് എന്താണെന്നറിയോ, ഇപ്പം പൊതുവെ ഈ മാതിരിയുള്ള നമ്മളൊരു നേരിട്ടുള്ള ജീവിതത്തിന്, യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാർ ജീവിക്കുന്ന ജീവിതത്തിന് അപ്പുറത്തേക്ക് നമ്മുടെ മോഹങ്ങൾ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? മത്സരം, അസൂയ, പ്രലോഭനം, പണം കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം, അധികാരത്തിനുള്ള മോഹം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിടിച്ചെടുക്കുന്നതിനുള്ള, നമ്മൾക്ക് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് പിടിച്ചെടുക്കുന്നതിനുള്ള അതിയായ ആഗ്രഹം. ഇതെല്ലാമാണ് പൊതുവെ മനുഷ്യനെ ദുർമന്ത്രവാദത്തിലേക്ക് ആകർഷിക്കുന്നത്. സാധാരണഗതിയിൽ പോകുന്ന, അല്ലെങ്കിൽ ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ള കാര്യത്തിന് വല്ലാത്തൊരു അഭിവാഞ്ച തോന്നുമ്പോഴാണ് ദുർമന്ത്രവാദത്തിന്റെ കൂട്ടുപിടിച്ച് നമുക്കത് എങ്ങനെയെങ്കിലും എത്തിക്കണം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കുറുക്ക് വഴിയാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പൊ ദുഷ്ടശക്തികളെ ഉപയോഗിച്ച് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും. അപ്പൊ അതിൻ്റെതായിട്ട് തന്നെ നമ്മുടെ എല്ലാ മതത്തിലും അതിൻ്റെതായിട്ടുള്ള ഈ കുറുക്ക് വഴികളെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യം വർദ്ധിക്കാനും വേണ്ടി സമ്പത്ത് കുവിഞ്ഞുകൂടണം, അതിനെല്ലാം വേണ്ടി യുവതികളെല്ലാം ലൈംഗികമായി പീഡിപ്പിച്ച് വരുതിയിലാക്കി അവരെ ഉപയോഗിക്കുന്നത്, തിരുവോസ്തി വരെ കൈക്കലാക്കാൻ മോഹിച്ച് ബ്ലാക്ക് മാസ് നടത്തുന്നവര്, സാത്താൻ സേവയ്ക്ക് തിരുവോസ്തി വരെ അവർ കൈക്കലാക്കുന്നത്, അതൊക്കെ ഒരിക്കലും പവിത്രമായതും പുറത്ത് കിട്ടാത്തതുമായ സംഭവമാണ്. അത് അതായത് ദൈവത്തിന്റെ രക്തവും ശരീരവുമായ അപ്പമാണ്. അതുപോലും പുറത്ത് എടുത്ത് പുറത്ത് അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലാക്ക് മാസ് നടത്തുന്ന സാത്താൻ സേവകര് വിദേശങ്ങളിലാണ് ആഴത്തിൽ വേരുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേരുകൾ ഉള്ളത് എവിടെയാണെന്നറിയോ? കൊച്ചിയിലാണ്. തിരുവനന്തപുരത്തും അതിന്റെ ആസ്ഥാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചു പേര് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും, ഇപ്പൊ ഈ ന്യൂസ് കേൾക്കുന്നവര് തന്നെ ഇതിന്റെ ഇടയിൽ അറിയുന്നവരുണ്ടായിരിക്കാം. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ ഈ ബ്ലാക്ക് മാജിക് നടത്തുന്നവരുണ്ട്. പ്രജിന്റെ വിഷയത്തിൽ അത് അമ്മ പറയുന്നുണ്ട്. അതായത് പ്രജിൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയി തിരികെ വന്നതിന് ശേഷമാണ് സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത് കൊച്ചിയിലാണെന്ന് പറയുന്നു. അവിടെ ഇത് ഇഷ്ടംപോലെ. അത് പക്ഷെ അതിൽ ഏറ്റവും തമാശ, ഏറ്റവും നമ്മൾ പേടിക്കേണ്ട കാര്യം തമാശയല്ല. ഈ കൊച്ചിയിലുള്ള ഈ ബ്ലാക്ക് മാജിക് നടത്തുന്ന സ്ഥലത്തിലേക്ക് എത്തുന്നവർ ആരും തന്നെ സാധാരണക്കാരല്ല. സാധാരണക്കാർ മീൻസ് ഈ പറഞ്ഞ വളരെ പാവങ്ങളായിട്ടുള്ളവരോ ബുദ്ധിമുട്ടുള്ളവരോ ഒന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ചെല്ലുന്നത്. ഇവിടെ ചെല്ലുന്നവരെല്ലാവരും തന്നെ വളരെയധികം പണക്കാരും എല്ലാവരുമാണ് ചെല്ലുന്നത്. സാധാരണക്കാരുണ്ട് എന്നല്ല, പക്ഷെ അതിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ഇവിടെ ചെല്ലുന്നുണ്ട്. അപ്പൊ ദൈവവുമായുള്ള പോരിൽ പറുദീസ് നഷ്ടപ്പെട്ട ലൂസിഫർ
ഈ ലൂസിഫർ ഒരു തിരസ്കൃത മാലാഖയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ലൂസിഫറെയാണ് ഇവർ ആരാധിക്കുന്നത്. യേശുവിന് പകരം ലൂസിഫറെ ആരാധിക്കുക ചെയ്യുന്നത്. അങ്ങനെ പറുദീസ തിരിച്ചു പിടിക്കാനുള്ള വ്യാമോഹത്തിൽ ഭൂമിയിലെ മനുഷ്യരെ കൂട്ടുപിടിച്ച് വലിയ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൂസിഫർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലൂസിഫറെ ആരാധിക്കുകയാണെങ്കിൽ മനുഷ്യന് അപ്രാപ്യമായതെല്ലാം ലൂസിഫർ നേടിക്കൊടുക്കും. അപ്പൊ ലൂസിഫറുടെ ആവശ്യം യേശുവിന് പകരം ലൂസിഫർ ആകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മനുഷ്യര് ലൂസിഫറിനെ സഹായിക്കണം. ഒരു ക്വിഡ് നയം, മാർക്സ് ഒക്കെ പറഞ്ഞ ക്വിഡ് ലൂസിഫർ മനുഷ്യന്മാരുമായിട്ട് നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്തു മതത്തിൽ മാത്രമുള്ള കാര്യമല്ല. ഇത് ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം തന്നെ ഇതിന്റെ പല വകഭേദങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്ന നവീന്റെ ഇതിലൊക്കെ വന്നിട്ടുള്ള എന്തെന്നാ പുനർജനി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. കാരണം അത് ബൈബിളിൽ പറയാത്ത സംഭവമാണ് പുനർജനിക്കുക എന്നുള്ളത്. പക്ഷെ ഹിന്ദു വിശ്വാസത്തിൽ അത് ഉള്ളതാണ്, പുനർജന്മം. അപ്പൊ പുനർജന്മത്തിനെ കുറിച്ചും കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ച് അറിയുന്നതിനെ കുറിച്ചും ഇവിടെയും ഈ പറയുമ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ചും മുൻപുള്ള ജീവിതങ്ങളെ കുറിച്ചും എല്ലാം അറിയുന്ന സാധ്വികളായിട്ടുള്ള ആൾക്കാര്, സന്യാസിമാര്, നമ്മളെല്ലാം നമുക്ക് അറിവുള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുണ്ട്. എല്ലാറ്റിനും രണ്ട് വശമുണ്ട്. രണ്ട് വശം എല്ലാറ്റിനും ഉണ്ട്. അതില് ഒരു ഭാഗക്കാര് ഈ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മനുഷ്യന് അവനവന് വേണ്ടിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആ ആഗ്രഹം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു സ്വാർത്ഥത തന്നെയാണ് ഈ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസം അതിൽ കൂടെ കൂടിച്ചേരുമ്പോൾ എങ്ങനെയും മറ്റൊരാളെ, അത് സ്വന്തം അച്ഛനായാൽ പോലും, അപ്പൊ കാരണം കേടല് കൊന്നതും അച്ഛനെയും അമ്മയും അനിയത്തിയുമാണ്. അപ്പൊ അവിടെ അവര് രക്തബന്ധത്തിന് പോലും വില കൽപ്പിക്കുന്നില്ല. ഇത് ഒരു തരത്തിലുള്ള മാനസികമായ അസുഖം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഇതൊരു മനസ്സിന്റെ, കാരണം സാധാരണക്കാരായ ഒരു മനുഷ്യന് ഇത് സാധിക്കില്ല. എത്ര ഇനി ഈ പണത്തിന്റെ മോഹം കൊണ്ട് അങ്ങനെ ആയി പോകുമോ എന്നറിയാൻ പറ്റില്ല. ഇതിനു വേണ്ടി ആൾക്കാരെ ഇറക്കുന്ന, അപ്പൊ ഈ ലൂസിഫറിന് വേണ്ടി മനുഷ്യന്മാരെ ഇറക്കുക എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്ന കുറച്ചു പേരുടെ ആവശ്യമാണ്. അവർക്ക് പണമുണ്ടാക്കാനും അവർക്ക് സമ്പത്തുണ്ടാക്കാനും അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾ അവർ പല രീതിയിലായിരിക്കാം. ഇപ്പൊ നമ്മൾ സാധാരണപ്പെട്ട ഒരാൾക്ക് വേണമെങ്കിൽ ഒരു നല്ല ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാറായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സുഖ സൗകര്യങ്ങളായിരിക്കാം. പക്ഷെ ഇവര് ആഗ്രഹിക്കുന്ന വേറെ പലതുമാണ്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികളെ ഉൾപ്പെടെ ഇത്തരം ഇതിലേക്ക് കൊണ്ടുവരുന്ന, തിരുവോസ്തി ഉൾപ്പെടെ എടുത്തു നടത്തുന്ന ഈ പൂജകളില്, ഈ ദിവ്യബലിയല്ല, ലൂസിഫറിന് വേണ്ടിയിട്ടുള്ള ബലിയിൽ വളരെ നീചമായ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. നീചമായ കാര്യങ്ങൾ, അതായത് എനിക്ക് ഒരു പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, കോട്ടയത്താണ് പഠിക്കുന്നത്. ഒരു ജ്ഞാനായ കോളേജിൽ ആണ് പഠിക്കുന്നത്, BCM-ല്. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്ചര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് അവിടെ ചില മാർക്കറ്റുകളുണ്ട് കോട്ടയത്ത്. അപ്പോൾ ഈ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ നമ്മള് പള്ളിക്കടുത്തുള്ള ചില കടകൾ, അങ്ങനെയുള്ള ചില കടകളൊക്കെ, അവിടെയൊക്കെ ഈ ചില ആൾക്കാർ ഈ കൊന്ത വിൽക്കാനായിട്ട് വരും. അപ്പം ഈ പറയുന്നത്, അപ്പോ ഈ നമ്മുടെ പഠിപ്പിക്കുന്നിടത്തെ ചില ആൾക്കാർ പറയുന്നതാണ്, അങ്ങനെയൊന്നും പോയി കൊന്ത മേടിക്കരുത്, മേടിക്കുകയാണെങ്കിൽ പള്ളിയിൽ തന്നെ പോയി ചെന്ന് അവിടുത്തെ സ്റ്റോളിൽ നിന്ന് തന്നെ മേടിക്കണം. അപ്പൊ നമ്മൾ പറയും ഇത് ഒരു കച്ചവട താല്പര്യമല്ലേ, പള്ളിയിൽ ചെന്ന് അവിടുത്തെ സ്റ്റോളിൽ നിന്ന് തന്നെ കൊന്ത മേടിക്കണം. അപ്പോ ചില സിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ചില കാര്യമാണ്. അതുകൊണ്ടല്ല, ഈ കോട്ടയത്ത് ചിലയിടങ്ങളില് ഈ കൊന്ത എന്ന് പറയുന്നത്, അതായത് ഈ കൊന്തയില് കുരിശുണ്ടല്ലോ, ഈ കുരിശിലെ ചിത്രം ശ്രദ്ധിക്കണം. നമുക്ക് അത്ര സൂക്ഷിച്ചാലേ, അത് ഇത്ര ചെറുതാണല്ലോ, അപ്പൊ അത് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ അത് കർത്താവ് തന്നെയാണോ എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. പക്ഷെ അതിൽ മറ്റു ചില രൂപങ്ങൾ ഘടിപ്പിച്ച് വിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് ഈ സാത്താൻ സേവ നടത്തുന്ന ചില ആൾക്കാരാണ്. ഈ അതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ഈ തിരുവോസ്തി കൊണ്ടുപോയിട്ട് അവർ ചെയ്യുന്നത് നമുക്ക് കേട്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന കാര്യമാണ്. അതായത് സ്ത്രീകളുടെ ബ്ലഡ്, ആർത്തവ രക്തമാണ് ഒരു പാത്രത്തിലെടുത്ത് അതിലാണ് ഈ തിരുവോസ്തി മുക്കി അത് കഴിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ആണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ സാത്താൻ സേവയെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ പറയുന്ന കേടലിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തതും ഇതുപോലെയുള്ള ചില ചിഹ്നങ്ങളാണ്. പ്രജിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് ചില ലോക്കറ്റുകൾ, ചില മാലകൾ, അതൊക്കെ ഈ സാത്താന്റെ ചില രൂപങ്ങളാണ്.
എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില രൂപങ്ങളൊക്കെയാണ് ആ മാലകളിലും ലോക്കറ്റിലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ അന്ധമായി വിശ്വസിക്കുന്ന അത് ഒരു കൂട്ടരുണ്ട്. അന്ധവിശ്വാസം എന്നും പറയാൻ പാടില്ല. കാരണം അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം എന്ന് പറയാം. വിശ്വാസം വളരെ നല്ലതാണ്. അന്ധവിശ്വാസവും ഒരു പരിധിവരെ വലിയ പ്രശ്നങ്ങൾ ചെയ്യില്ല. അന്ധവിശ്വാസത്തിന്റെ അപ്പുറം അതിൽ അത്യാഗ്രഹം കൂടി ചേരുമ്പോഴാണ് ഇത്തരം ദുരാചാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ അന്ധമായിട്ട് ഇപ്പൊ നമ്മൾ കൃഷ്ണനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നബിയെ വിശ്വസിക്കുന്നു, അന്ധമായി നമ്മൾ വിശ്വസിക്കുന്നു. എന്തും ദൈവം നമുക്ക് ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. അത് നല്ല മനുഷ്യന് ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. അല്ല, അതില് നല്ല കാര്യങ്ങൾ അങ്ങനെ നമ്മൾ അന്ധമായി തന്നെ ദൈവത്തിനെ വിശ്വസിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ അത്യാഗ്രഹവും സ്വാർത്ഥതയും ദുരാചാരങ്ങളും വരുമ്പോഴാണ് ഇത്തരം തരത്തിലുള്ള അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഇതിലേക്ക് വരുന്നത്. ഇതിന് ഏറ്റവും നല്ല ഇതിനൊരു വലിയ ഇവർക്കൊരു ദൈവിക പരിവേഷം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക. അത് തന്നെയാണ് അതിൽ ഏറ്റവും അവരെ വേണ്ടി ചെയ്യുന്നത്. ഇവർക്ക് യഥാർത്ഥ ശിക്ഷ തന്നെ കൊടുക്കുക. ഒരച്ഛൻ മകൻ അച്ഛനെ കൊന്നെങ്കിൽ അയാളുടെ സൈക്കോ ആണെന്നോ, അയാം എ സൂപ്പർ സൈക്കോ എന്ന് അവൻ എഴുതിയതിനെ വലിയ കാര്യമായിട്ടാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടു. അപ്പോ അവനെ അങ്ങനെ ഒരു മഹത്വവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ യഥാർത്ഥത്തില് അവൻ അച്ഛനെ കൊന്ന ഒരു കൊലയാളിയായി തന്നെ അവനെ ഇതിലേ കേഡലിന്റെ വിഷയത്തിലാണെങ്കിൽ തന്നെയും നമ്മൾ ആദ്യം ഒന്ന് പറയുമ്പോഴത്തേക്ക് ഈ സാത്താൻ സേവയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് അവർക്ക് മെന്റലി സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗമേ പാടില്ല. അങ്ങനെ കാരണം താൻ കൊലപ്പെടുത്തിയത് സ്വന്തം പിതാവിനെയാണ് എന്ന് അവന് കൃത്യമായി അറിയാം. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മനോരോഗിയാകുന്നത്, ഭ്രാന്തനാകുന്നത്? ഈ കാര്യങ്ങളെല്ലാം മികച്ച വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഒരു പയ്യനാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം പകുതി വെച്ച് അവൻ നിർത്തി പോകുന്നതാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മനോരോഗം കൊണ്ടാണ് ഇത് നമ്മൾ ഇതിന്റെ മുൻപ് പല ചർച്ചകളിലും നമുക്ക് തന്നെ പല സാന്ദർഭികവശാൽ നമുക്ക് പറയേണ്ടി വന്നു. ഇവിടെ മാറേണ്ടത് നമ്മുടെ ജുഡീഷ്യറി തന്നെ. അല്ലല്ല, ഇവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ അമ്മ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. മകൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ എന്നെയും മകളെയും കൊലപ്പെടുത്തും. നിയമത്തിൽ ഇവർക്കുള്ള ഒരു പഴുതാണ് മനോരോഗം. ഈ ചെന്താമര എന്ന പാലക്കാട് നെന്മാറയിൽ കൊലപ്പെടുത്തിയ ആദ്യം അയാൾ കൊലപ്പെടുത്തുന്നു, അയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അയാൾ വീണ്ടും തിരിച്ചിറങ്ങി. അന്നേ ആ നാട്ടുകാർ പറഞ്ഞു അയാൾ പുറത്തിറങ്ങിയാൽ ആപത്താണ്, അയാൾക്ക് മതിയായ ശിക്ഷ കൊടുക്കണമെന്ന്. ജാമ്യം കിട്ടി പുറത്തിറങ്ങി അയാൾ രണ്ടുപേരെ കൂടെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതെ, ഇവർക്കൊക്കെ വാദിക്കാൻ വേണ്ടി വക്കീലന്മാരുണ്ട്. അപ്പൊ പണം എറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി ഇപ്പോഴും ഈ കുറ്റവാളികൾക്ക് വേണ്ടി ഇറങ്ങുന്ന വക്കീലന്മാരും അവരുടെ കീശ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന വക്കീലന്മാര് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി നിയമം മാറ്റി എഴുതാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. നമ്മുടെ ജുഡീഷ്യറിയിൽ തന്നെ അതിൽ ശ്രദ്ധ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയപ്പോൾ തന്നെ അതിന്റെ താഴെ ഒരു കമന്റ് വന്നതാണ്. അതായത് എന്ന് വെച്ചാൽ കുറെ കമന്റുകൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ആ വാർത്ത ചെയ്തത്. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഇവൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും അത് അങ്ങനെ തന്നെ കൊടുത്തു. ഇവൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഇതിനൊരു പോയിന്റ് കൊടുത്തു. അപ്പോൾ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ്, എന്തിനാണ് അവനെ അങ്ങനെ പറയുന്നത്? അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ലോ, അവന് ഭ്രാന്തനെന്നല്ല, അവന് അങ്ങനെ ഒരു മാനസികമായ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അവനെ അതിനു വേണ്ടി ചികിത്സിക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയല്ല. അതായത് സ്വന്തം അച്ഛനെ അല്ല, എങ്ങനെയാണ് അയാളെ നമുക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നത്? സ്വന്തം പിതാവിനെ 28 വെട്ടാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 വെട്ടാണ് മരണകാരണം. തലയിലേറ്റ ആഴത്തിലുള്ള മുറിവ്, അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ ജ്യേഷ്ഠനോട് ഇവൻ പറയുന്നത് ഞാൻ അപ്പനെ കൊന്നു എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഇനിയും എനിക്ക് 2 കൊലപാതകങ്ങൾ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അമ്മയും സഹോദരിയും തന്നെയല്ല, സഹോദരിയോട് ഒരു തവണ വെല്ലുവിളിച്ചത് നിന്നെ ഞാൻ സ്വർഗത്തിൽ എത്തിക്കും. അപ്പോൾ ഇവരിതെല്ലാം അതുപോലെ തന്നെ ഈ ചിത്രം വരച്ച് അതുപോലെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു കരുതി കൂട്ടിയിട്ടുള്ള മർഡർ തന്നെയാണ്. തനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നുള്ളതാണ് ഇവൻ പറഞ്ഞ കാര്യം. അപ്പൊ ഇവന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇവന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇവൻ കൊന്നത് ഇവന്റെ അച്ഛനെ തന്നെയാണ്. അതുപോലെ തന്നെ കേടല് കൊന്നത് ആ സ്വത്തുകളും ഇതെല്ലാം സ്വന്തം കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ്. സ്വത്ത് പെങ്ങൾക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു ഇവന്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് അന്നത്തെ ന്യൂസുകളിലെല്ലാം വന്നിരുന്നതാണ്. അപ്പൊ ഇതിന് ഒരു മാനസിക വിഭ്രാന്തിയുടെ നിറം കൊടുക്കുകയോ അതിന്റെ ഒരു ആനുകൂല്യം കൊടുക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഇത്തരം കേസുകള്
വളരെ അതിന് അനുയോജിക്കുന്ന രീതിയിൽ തന്നെയുള്ള ശിക്ഷ കൊടുക്കുക തന്നെയാണ് എനിക്ക് വേണ്ടത്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ വിഷയത്തിൽ, അതായത് ആ മാതാപിതാക്കളുടെ ഭാഗത്തും തെറ്റുണ്ട്, പ്രജിന്റെ മാതാപിതാക്കൾ. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് അറിയാമോ, 8 വർഷത്തോളം മകനെ ഭയന്നാണ് അവർ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്ത് ഒരുപാട് ചതവുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ സ്ഥിരമായി ഇവൻ മർദ്ദിക്കുമായിരുന്നു. അയലത്തുകാർക്കറിയില്ല, ഇവരുടെ ബന്ധുക്കൾക്ക് ആർക്കും അറിയില്ല. എല്ലാം ഈ അമ്മയും അച്ഛനും മൂടി വെച്ചു. ഇത് സമൂഹത്തിൽ നിലയും വിലയുമുള്ള കുടുംബമാണ്. ഇതൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. ആർക്ക് പോയി? ആ സ്വന്തം പിതാവിനെയാണ് കൊലപ്പെടുത്തിയത്. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ ഇവരെ ചികിത്സിക്കാമായിരുന്നു. ഈ ആദ്യകാലം മുതൽ അച്ഛനെതിരെ തിരിയുമ്പോൾ, അല്ലെങ്കിൽ ഇവന്റെ ഒരു വേറിട്ട സ്വഭാവം കാണുമ്പോൾ അന്നായിരുന്നു ആ അച്ഛനും അമ്മയും ഇവന് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതും അവനെ ചികിത്സിക്കേണ്ടതും. അല്ലാതെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവനെ ഒരു ഭ്രാന്താശുപത്രിയിൽ ഒരു ഡോക്ടറുടെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നിരവധി കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സാത്താൻ സേവയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ മാതാപിതാക്കളെ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കുന്ന മക്കൾ ഉണ്ടാകാം. പലപ്പോഴും പലരും പുറത്തു പറയാത്തതാണ്. അവരെ ആദ്യം തന്നെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആപത്താണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോൾ മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെ നിയമ നടപടിയിലൂടെ കൈകാര്യം ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ പോം വഴി. അല്ലെങ്കിൽ ഈ നിത്യേന ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന്. മകൻ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മക്കൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുക, അതാണ് ആവശ്യമുള്ളത്. മാതാപിതാക്കൾ ഇനിയെങ്കിലും ശരിയാണ്, നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ട്, മക്കളെ ജയിലിലേക്ക് വിലങ്ങണിക്കാനൊന്നും താല്പര്യം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ മക്കളെ നേർച്ചുവഴിക്ക് നടത്താൻ ഇത്രയും അപകടങ്ങൾ ഈ കുട്ടിക്ക് വരികയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ടല്ലല്ലോ അങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ വേണ്ട ചികിത്സ അപ്പൊ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അവനെ നിയമത്തിന്റെ വഴിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അതല്ല എന്നുണ്ടെങ്കിൽ പ്രായം വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും തന്നെ ആയിരിക്കും ആ മക്കളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. എന്തായാലും ഭയങ്കര അതിദാരുണമായ ഞെട്ടിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഈ വെള്ളറട സംഭവത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇനിയെങ്കിലും. ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തൊട്ടയൽവക്കത്തുള്ള വീടുകളിൽ ഇതാണ് നടക്കുന്നതെന്ന് വ്യക്തമാകുമ്പോൾ ഈ അടുത്തുള്ളവരാണെങ്കിൽ നാട്ടുകാർ തന്നെ ഇതിലൊക്കെ നടപടി എത്രയും പെട്ടെന്ന് പോലീസിൽ ഈ വിവരങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന സംശയമുണ്ടെങ്കിൽ നിങ്ങളത് പോലീസിനോട് അറിയിക്കുക. അത് തന്നെയാണ് ഒരു നല്ല പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാം. അവരുടെ വീട്ടിലല്ലേ, പുറത്തേക്ക് ഇറങ്ങി പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് കരുതണ്ട. കാരണം ഇന്ന് അവൻ വീട്ടിലാണെങ്കിൽ അടുത്ത ദിവസം പുറത്തേക്ക്. എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.